കൂടുതൽ സമയവും വിദേശത്തായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജോലി മേഖലകളെക്കുറിച്ചോ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചോ ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കൃത്യമായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ ജോലിയുടെയും നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിൻ്റെയും ഫലമായിട്ടാണ്. അതിന് ധാരാളം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഇവിടുത്തെ മെത്രാഭിഷേകത്തിൻ്റെ സമയത്തും വളരെ പ്രത്യേകമാംവിധം വത്തിക്കാനിൽ നടന്ന കർദിനാൾ സ്ഥാനലബ്ധിയുടെ സമയത്തുമൊക്കെ നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കത്തക്കവണ്ണം അവിടെ വന്നും ഇവിടെ ആയിരുന്നുകൊണ്ടുമൊക്കെ വളരെ സ്തുത്യർഹമായ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സേവനം ഉണ്ടായി എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു കണ്ടുമുട്ടലിൻ്റെ പ്രധാന ഉദ്ദേശം. വിശദമായ ആശയങ്ങൾ ഞാൻ എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രം വളരെ ആഢ്യത്തോടുകൂടി നമ്മുടെ ഭരണാധികാരികൾ വത്തിക്കാനിലുള്ള എൻ്റെ അധികാരികളെ വിസ്മയിപ്പിക്കത്തക്കവണ്ണം വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് പരിശുദ്ധ പിതാവിൻ്റെ ഈ തീരുമാനത്തിന് നൽകിയത്. നമ്മുടെ ഭാരത ഗവൺമെൻറ് ഒരു ഉന്നതതല സംഘത്തെ അയച്ചു. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ആശംസയും കരുതലുമുണ്ട്. വിവിധ മന്ത്രിമാർ നേരിട്ടും അല്ലാതെയും ആശംസകൾ അറിയിച്ചു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെയും രാഷ്ട്രീയ മത സാമൂഹിക മേഖലകളിൽ യാതൊരു വ്യത്യാസവും കൂടാതെ ഭാരതത്തിൻ്റെ ഒരു മകൻ എന്ന നിലയിലുള്ള വാത്സല്യവും സ്നേഹവും കരുതലും എനിക്ക് ലഭിച്ചു എന്നുള്ള ആ സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിലും ബഹുമാനപ്പെട്ട ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് എല്ലാവരും തന്നെ, മറ്റ് മത രാഷ്ട്രീയ മേഖലകളിലുള്ള എല്ലാവരും തന്നെ വളരെ സ്നേഹത്തോടുകൂടി ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നൽകിയത്. അപ്പോൾ അതിന് ഉള്ള അഗൈതവമായിട്ടുള്ള നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നിങ്ങൾക്ക് നേരുകയും ചെയ്യും. ചോദിക്കാനുണ്ടോ? പരിശുദ്ധ പിതാവ് ഭാരതം സന്ദർശിക്കാനായിട്ട് എപ്പോഴും തൽപരനായിരുന്നു. ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് കോവിഡ് കാലത്തിന് മുമ്പുള്ള ചില യാത്രകൾ അതിൻ്റെ ക്രമീകരണങ്ങൾ അവസാനിച്ചതേ ഉള്ളൂ. ഈ 2025 ഈശോ ജനിച്ചിട്ട് 2025 വർഷമാകുന്നതിൻ്റെ മഹാജൂബിലി ആഘോഷങ്ങളുണ്ട്. ഏതാണ്ട് 80ഓളം പരിപാടികൾ റോമിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ കുറവാണ് 2025. അതേസമയം തന്നെ 2025 അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാനായിട്ടും സാധിക്കും. ഏതാണ്ട് 7-8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങൾ വേണം, പ്രത്യേകിച്ച് റോമിൽ നിന്ന് ഇത്രയധികം ദൂരം മാറിയുള്ള ഒരു രാജ്യത്ത് യാത്ര ഒരുക്കണമെങ്കിൽ. അപ്പോൾ അതിലേക്ക് കടക്കാനുള്ള
നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ 2025 അവസാനം 2026 അപ്രകാരം പരിശുദ്ധ പിതാവിൻ്റെ യാത്ര പ്രായോഗികമായി സംഘടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സ്വീകരണം പ്രധാനമന്ത്രി ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള CBCI സെന്റർ വെച്ചുള്ളത് 23-ാം തീയതിയാണ്. ക്രിസ്മസ് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്ര എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയുടെ ഒപ്പം യാത്ര ചെയ്യുന്നവരുണ്ട്. മാർപ്പാപ്പയുടെ പരിവാരം എന്ന് പറയുന്ന ഒരു 45-നും 50-നും ഇടയ്ക്കുള്ള ആളുകളുണ്ട്. കർദിനാൾമാരും സുരക്ഷിത ഉദ്യോഗസ്ഥരും. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത, ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവിടെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന എളിയ ജോലികൾ ചെയ്യുന്ന ആളുകളിൽ 1-2 പേരെ മാർപ്പാപ്പ തൻ്റെ പ്രത്യേക അതിഥികളായിട്ട് മാർപ്പാപ്പ ഉൾപ്പെടുത്താറുണ്ട് മാർപ്പാപ്പയുടെ പരിവാരത്തിൽ. അതുപോലെ തന്നെ ഏതാണ്ട് 70 മുതൽ 80 വരെ പത്രപ്രവർത്തകർ ഈ പേപ്പൽ ഫ്ലൈറ്റിൽ ഉണ്ട്. 130 പേരോളം 130-140 പേരോളമാണ് മാർപ്പാപ്പ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആദ്യ സന്ദർശനം എൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘം ആദ്യം പോയി നമ്മളുടെ ഈ രാജ്യത്തു നിന്ന് കിട്ടിയിരിക്കുന്ന മെത്രാൻ സംഘത്തിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് മാർപ്പാപ്പയ്ക്ക് പോകാൻ സാധ്യമാണോ എന്ന് ആദ്യം അത് പഠിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത്. ഏതാണ്ടൊരു 12 പേരോളം അടങ്ങുന്ന ഒരു സംഘം. ഈ സംഘം പോയി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപ്പറ്റി ഒരു റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കും. അതിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ടാവും. പലരും പല നിർദ്ദേശങ്ങൾ പറയും. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ മാർപ്പാപ്പ പറഞ്ഞതനുസരിച്ചും അതുപോലെ സമയത്തിൻ്റെ പരിമിതി, മാർപ്പാപ്പയ്ക്ക് ചെന്നെത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ യാത്രയെ ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ടെത്താം. വീൽ ചെയർ ചെല്ലേണ്ടതാണ്. അപ്പോഴുള്ള പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും, കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെ എല്ലാം കാലേ കൂട്ടി ഒന്ന് മനസ്സിലാക്കി വീണ്ടും നമ്മൾ അവർ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ കുറേയെല്ലാം മിക്കവാറും ചില അവസരങ്ങളിൽ പരിപൂർണമായി സ്വീകരിക്കാം. ചില അവസരങ്ങളിൽ അതിൽ പല പരിപാടികളും പ്രായോഗികമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ അത് നമ്മൾ മാറ്റിയിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കും. ഈ പ്രോഗ്രാമുമായിട്ട് 2ാമത്തെ പ്രാവശ്യം വീണ്ടും വരും. വീണ്ടും വന്നു കഴിഞ്ഞ് ആ ഒരു വരവോടുകൂടിയാണ് മാർപ്പാപ്പയുടെ അതിനുശേഷമാണ് മാർപ്പാപ്പയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടാണ് യാത്ര പ്രഖ്യാപിക്കുന്നത് ഔദ്യോഗികമായിട്ട്.